ഈ പുതുവത്സരത്തിൽ ആർദ്രം മെറ്റീരിയലിൻ്റെ മറ്റൊരു പാർട്ടീഷൻ്റെ വിശേഷങ്ങളുമായി കടന്നു വരികയാണ് ടോണി ചേട്ടൻ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. ഒരു സിമ്പിളായിട്ട് ഒരു വെറൈറ്റി മോഡലിലൊരു പാർട്ടീഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടില്ല, ഒരു 2-3 പില്ലറിൽ സംഭവം തീരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ബോക്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ 2-3 ചെറിയൊരു കബോർഡ് കണക്കൊക്കെ വരുന്നുണ്ട്. അപ്പം സ്റ്റെയറിലോട്ട് കയറുന്ന വഴിക്കായിരിക്കും നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്, ഈ പാർട്ടീഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കണ്ടില്ല, ഫുള്ള് നമ്മൾ പ്ലൈവുഡിലാണ് ചെയ്യുന്നത്. കണ്ടോ, നമുക്കറിയാമല്ലോ പ്ലൈവുഡിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്, അതല്ല എന്നുണ്ടെങ്കിൽ മൈക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കേബിളൊക്കെ ഇതിലൂടെ കൊണ്ടുപോകാനുണ്ട്, വയറിങ്ങിൻ്റെ മറ്റേ ലൈനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വയറൊക്കെ നമ്മൾ കൊടുത്തിടണം. അപ്പോൾ അതിനായിട്ടുള്ള വയറൊക്കെ പോവുകയാണ്. കണ്ടോ, വയർ കേബിളൊക്കെ ലൈനൊക്കെ കൊടുത്ത് നമ്മളിത് അതിൻ്റെ ലൈറ്റിൻ്റെ ഹോളൊക്കെ അടിച്ചു. നമ്മൾ ഇനി ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴല്ല, നമ്മുടെ ഫുള്ള് തൂണൊക്കെ വന്നു കഴിഞ്ഞ് ഫിനിഷിങ് കഴിയുമ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പരുവത്തിലാക്കി ഇട്ടേക്കുവാണ്. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തുള്ളൂ. കാരണം ഇത് ചെറിയൊരു പാർട്ടീഷൻ ആയതുകൊണ്ട് പിന്നീട് നമുക്ക് വയറിടാനോ അങ്ങനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടിയെല്ലാം നേരത്തെ തീർക്കുവാണ്. അതിനുശേഷം നമ്മൾ ഫ്ലൈവുഡൊക്കെ നമ്മുടെ ബോക്സൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് സാൻഡർ അടിച്ച് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് നമ്മൾ കേട്ടതുള്ളൂ. കാരണം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അത് കണ്ട് ഇത്രയും ചെറിയ ഗ്യാപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ബോക്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങി, മൈക്കൊക്കെ ഒട്ടിച്ച് തുടങ്ങി. നമ്മളിപ്പം ബോക്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനും ഒട്ടിക്കാനും പറ്റും. കുറച്ചൊക്കെ നമുക്ക് ഒട്ടിച്ചിട്ടൊക്കെ കയറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇടുന്നത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇപ്പോൾ പാർട്ടീഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റീരിയൽ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസുകളെ കുറിച്ച് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരുപാട് ലോ ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സംഭവം സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളത് ആ രീതിയിൽ നമ്മൾ കാണിച്ചു തരുവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും വന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ പറ്റും ഇത് നല്ല മെറ്റീരിയലാണോ, ഇതെങ്ങനെയാണോ അവർ ചെയ്യുന്നത്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം ഫിനിഷിങ് വീഡിയോ നമ്മൾ ഇനി ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മുകളിലോട്ടുള്ള പില്ലറൊക്കെ ആയി. ഇനി അതിൻ്റെയൊക്കെ മൈക്ക് ഒട്ടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. സൈഡിലെ മൈക്കൊക്കെ നമ്മളിപ്പോൾ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷമാണ് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടോ, ആ പില്ലറിൻ്റെ മൈക്കൊക്കെ ഒട്ടിച്ച് അതിൻ്റെ അകത്തൊക്കെ കൈ കയറാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്. കറക്റ്റ് സ്പേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടോ, ഇപ്പോഴവിടെ ഒട്ടിച്ച് ഫ്രണ്ടെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അവിടെ ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സാൻഡറൊക്കെ അടിച്ച് ലെവൽ ചെയ്തതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. അത് നമ്മൾ നേരത്തെ താഴെ വെച്ച് തന്നെ സാൻഡറൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിച്ച് തുടങ്ങുവാണ്.
നമ്മുടെ പാർട്ടീഷൻ്റെ വർക്കൊക്കെ ഏകദേശം തീരാറായി വരുന്നു. എൻ്റെ ഫ്രണ്ടെല്ലാം ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഡ്രിം ചെയ്ത് ഫിനിഷ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലും ഇതുപോലൊരു പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇൻറ്റീരിയലുമായി ബന്ധപ്പെട്ട ഏത് വർക്കാണെങ്കിലും ശരി, ആർദ്രം ഇൻറ്റീരിയൽ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട് മനോഹരമാക്കൂ, ആർദ്രം ഇൻറ്റീരിയലിനെ വിളിക്കൂ. ഒപ്പം നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ലോഗ്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.